കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നമ്മൾ മലയാളം സിനിമയിലെ റീക്രിയേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാളം സിനിമയിലെ പോസ്റ്ററോ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്റ്റിൽ സീക്വൻസോ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക നമ്മളേതായ സ്റ്റൈലിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അവതാർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പോസ്റ്ററിൻ്റെ ഒരു രൂപമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോസ്റ്ററിൽ ഫേസ് മാത്രമായിട്ടുള്ളൊരു പോസ്റ്ററുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്ററിൻ്റെ റീക്രിയേഷൻ ആണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹീറോസിനെയാണ് മോഡൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റിക്ക് എൻ്റെ കയ്യിലുള്ളൊരു എൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇന്ന് ഈ ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. ഇത്രയും സ്റ്റോക്ക് ഇമേജസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്, ഒരു ഡാർക്ക് ബ്ലൂ. ഇനി നമ്മളുടെ മോഡൽ ഇമേജ് ആയിട്ട് ഞാൻ എൻ്റെ ഇമേജാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു പിക്ചറിന് വേണ്ടി എടുത്തൊരു ഇമേജ് അല്ല, ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു പിക്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു മോഡൽ ഇമേജിനെ ഈ ഒരു ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൊരു ഒന്നും കൂടി ഒരു ഡാർക്ക് ബ്ലൂ ഓർ ബ്ലാക്ക് കളറിലേക്ക് നമുക്കൊരു സോളിഡ് കളർ ഇട്ടിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റർ കാണുന്ന പോലെ അത്രയും ഭാഗം, ആ ഒരു ഫേസിൻ്റെ ഭാഗം മാത്രം ഒന്ന് റിവീലായി വരുന്ന രീതിക്ക് നമുക്കൊന്ന് എറൈസ് ചെയ്ത് മാസ്ക് ചെയ്തൊക്കെ എടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ എൻ്റെ ഫേസ് ഞാൻ ആ ഒരു അവതാറിൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, ഡാർക്ക് ബ്ലൂ കളർ, ആ ഒരു ബ്ലൂ കളറിലേക്ക് എൻ്റെ ഫേസും കൂടി ഞാനൊന്ന് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ യൂസ് ചെയ്തിട്ട് സെറ്റാക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ടെക്നിക്ക് കഴിഞ്ഞ വീഡിയോയിൽ അയൺമാനെ നമ്മൾ വരത്തൻ സിനിമയുടെ റീക്രിയേഷൻ ചെയ്തപ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ ചെവിയാണ്. ചെവി നമുക്കൊരു മനുഷ്യ ചെവിയായിട്ട് ഒരിക്കലും ആ ഒരു അവതാറിൻ്റെ ചെവി കണ്ടാൽ അറിയാം, ഒരു മൊയിലിൻ്റെ കൂട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ചെവിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എൻ്റെ ഈ ചെവിയെ ഒന്ന് ലിക്വിഫൈ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. അതേ രീതിയിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് പറ്റുന്നിടത്തോളം നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ചെവിയിൽ കുറച്ച് ഷാഡോയും ലൈറ്റിങ് കൊടുത്തു കഴിയുമ്പം ഒരുവിധം ആ ഒരു രീതിയിൽ നമുക്ക് എത്തിക്കാം. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് എൻ്റെ ഫേസ് എൻ്റെ കവള് നന്നായിട്ട് വീർത്തിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു അത്ര ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവതാറിൻ്റെ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കവള് ഞാൻ കുറച്ച് സ്ട്രെച്ച് ചെയ്യാണ്. അത് ഞാൻ ലിക്വിഫൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, അവതാറിൻ്റെ കണ്ണൊരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് ഒരു വല്ലാത്തൊരു കണ്ണാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഇമേജ് അവതാറിൻ്റെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കണ്ണ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ കണ്ണിൻ്റെ ഐബോൾ എൻ്റെ കണ്ണിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ട്രാൻസ്ഫോമിൽ വാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നത്. പക്ഷേ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. എനിവേ പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ ഈ പിക്ക് ഒരിക്കലും ഇതിന് വേണ്ടി എടുത്തതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പാടാണ്. എനിവേ ഈ ഒരു മഴയും കാര്യങ്ങളും സെറ്റ് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇതിന് വേണ്ടി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തതല്ല. എനിവേ നമുക്ക് നിങ്ങളെ കാണിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ആ ഒരു കണ്ണിൻ്റെ നമ്മളെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, വൈറ്റ് പോർഷൻ നമുക്ക് ആ ഒരു ബ്ലൂ കളർ ഇട്ടപ്പം അതിൻ്റെ അടിയിൽ കിടക്കുകയാണ്, ഹൈഡായി കിടക്കുകയാണ്. നമുക്ക് അത് തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് കളർ ഇട്ടിട്ട് ഒന്നെങ്കിൽ മാസ്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വൈറ്റ് കളർ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിന് വേണ്ട ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കണ്ണ് റിയലായിട്ടുള്ള ഒരു കണ്ണ് പോലത്തെ രീതിയിൽ നമുക്കൊന്ന് മാസ്ക് ചെയ്തൊക്കെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാഡോയാണ്. ഷാഡോ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ ആ ചുറ്റും അതുപോലെ തന്നെ ആ ഒരു കവിളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഷെയ്ഡ് വരണം. അല്ലെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാനാണ് നമ്മൾ ഷാഡോ എടുക്കുന്നത്. ഞാനിവിടെ കറക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് മാസ്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഷാഡോ വരുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഷാഡോ അടിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഡാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ അവതാറിൻ്റെ ഫേസിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫേസിൽ അവിടെ ആയിട്ട് ഞാനൊന്ന് ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതായത് ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു
ആ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ പോസ്റ്റർ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് ഇതിനെ എന്താ പറയുക ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ആ ഒരു പിക്ക് കാണുന്ന പോലെ തന്നെ ഏതൊക്കെ ഭാഗത്തുണ്ടോ അവിടേക്ക് മാത്രമേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ ഒന്ന് പാച്ച് ടൂൾ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. അവിടെ ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ കുറച്ച് ഗ്ലോയിങ് നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കളറൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കളറൊക്കെ ആ ബ്ലൂ കളർ മാത്രം കുറച്ച് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് സെലക്റ്റീവ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പൊടിക്കൈയും കൂടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ അതിൻ്റെ പുറത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് കുറച്ച് കളർ, സോളിഡ് കളർ ലേയേഴ്സും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കളേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഏകദേശ പണിയൊക്കെ കഴിയും. ഓക്കെ, ഇവിടെ ഏകദേശം നമ്മളെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ട് ആ ബ്ലൂ കളർ മാത്രം നല്ല ലൈറ്റ് ചെയ്ത പോലെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെയും അതുപോലെ തന്നെ ഈ ടോട്ടൽ ഇമേജിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഓവറായിട്ടുണ്ടോ അതൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് എന്താ പറയുക പറ്റുന്നിടത്തോളം നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ്. ഈ കളർ ഗ്രേഡിംഗ് അധികമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ കളറുകളെ ഒന്ന് കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സ് കൂട്ടി കുറച്ച് കളർ ബ്ലൂ കളറും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ്, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കളർ ഗ്രേഡിംഗും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ 2 വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മലയാളം ഫിലിംസ് ആണ്, വരത്തൻ, മിന്നൽ മുരളി. ഈ 2 ഫിലിമിൻ്റെയും ഒരു റീക്രിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് 2ൻ്റെയും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നിങ്ങളുടെ ആ ഇഷ്ടം എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്, വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റിംഗ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ, ഐസ് ഓപ്പൺ ഫോട്ടോഗ്രാഫി.